ചൂരൽമല ദുരന്തബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ സിപിഐഎമ്മിന്റെ ഉപരോധ സമരം. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന ഉപരോധ സമരം സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാർക്കും അംഗൻവാടി വർക്കർമാർക്കും എല്ലാം നല്ല ജീവിതം ഉണ്ടാകണം. ഇതെല്ലാം കേന്ദ്രം വോളണ്ടറി ആയിട്ട് തുടങ്ങിയതാണ്, സന്നദ്ധ സേവനമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. പക്ഷെ കേരളത്തിലെത്തുമ്പോൾ നമുക്ക് വെറും സന്നദ്ധ സേവനാക്കാൻ പറ്റില്ലല്ലോ. 2005 ആശാ വർക്കർമാരെ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റിനെ കേന്ദ്രം നിയമിച്ചു. 2005 ശേഷം വന്ന UDF ഗവൺമെന്റ് അത് കണ്ടില്ലാന്ന് നടിച്ചു. 2005 ഉണ്ടായിരുന്ന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഈ അലവൻസ് കൃത്യമായി കൊടുക്കുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച ഒരു പ്രസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ പ്രതിവർഷം വർദ്ധിപ്പിച്ചിട്ട് BJP-കാരല്ലേ കൊടുക്കേണ്ടത്? അത് കൊടുത്തോ? 5 പൈസ കൂട്ടി കൊടുക്കാണ്ട് ഇവിടെ കൊടുത്ത ഗവൺമെന്റിനെതിരെ കണ്ണു ഉരുട്ടി കാണിച്ചുകൊണ്ട് നിങ്ങളാണ് കണ്ണിച്ചോരയില്ല. ആർക്കാ കണ്ണിച്ചോരയില്ലാത്തത്? കണ്ണിച്ചോരയില്ലാത്തത് BJP-ക്കും കോൺഗ്രസിനുമാണ്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ജോഷില ചേരുകയാണ്. ജോഷില, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് കേരളം ഭരിക്കുന്ന CPIM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയും എങ്ങനെയാണ് കേരളത്തെ പരിഗണിക്കുന്നത്, എങ്ങനെയാണ് ഓരോ കാര്യത്തിലും മുന്നോട്ട് പോകുന്നത് എന്നതടക്കം വിശദീകരിച്ചുകൊണ്ട് കേരളത്തിന് നേരെയുള്ള കേന്ദ്രത്തിൻ്റെ വലിയ അവഗണനയാണോ ഈ വലിയ സമരത്തിലും, വയനാട്ടിലെ ഈ വലിയ സമരത്തിലും, കൽപ്പറ്റയിലെ വലിയ സമരത്തിലും ശൈലജ ടീച്ചർ ചൂണ്ടിക്കാട്ടിയത് ഉദ്ഘാടന പ്രസംഗത്തിൽ? തീർച്ചയായും ശരത്, കേരളത്തോടുള്ള അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കു നേരെയുള്ള കേന്ദ്രത്തിന്റെ അവഗണന അത് അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വയനാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് CPIM ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ആ ഉപരോധ സമരത്തിൽ വൻ ബഹുജന പങ്കാളിത്തമാണ് ഉണ്ടായത്. 9:30 പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടേക്ക് പ്രകടനമായിരുന്നു ആളുകൾ എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. 7 മണിക്ക് തന്നെ ഇവിടെ ഉപരോധ സമരം ആരംഭിച്ചിരുന്നു. ആ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ശൈലജ ടീച്ചർ പറഞ്ഞത് കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര അവഗണനകളെ കുറിച്ച് തന്നെയായിരുന്നു. അത് ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ആശാ വർക്കർമാരോടുള്ള അവഗണനയാണ്. 500 രൂപ ഓണറേറിയം നൽകിയിരുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം 13,000-ൽ പരം രൂപയായി വർദ്ധിപ്പിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. ഒരു തുക പോലും, ചെറിയൊരു തുക പോലും നൽകാൻ കേന്ദ്ര സർക്കാരോ അഥവാ കേരളം ഭരിച്ചിരുന്ന UDF സർക്കാരോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ശൈലജ ടീച്ചർ ചൂണ്ടിക്കാണിച്ച കാര്യം. അതേസമയം തന്നെ സമരത്തിന്റെ പുതിയ മുഖങ്ങളെക്കുറിച്ച് CPIM ജില്ലാ സെക്രട്ടറി റഫീഖ് നമ്മളോട് സംസാരിക്കും. സമരം ഇവിടെ അവസാനിപ്പിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? എന്താണ് ഇനി സമരത്തിന്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണം? അവഗണന അങ്ങേയറ്റം തുടരുന്ന ഘട്ടത്തിൽ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് സമരത്തിന് വേണ്ടി നമ്മൾ സമരം ചെയ്യുന്നതല്ല, ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. അപ്പോൾ വലിയ അവഗണനയാണ് കേന്ദ്രം തുറന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ആ അവഗണനയ്ക്കെതിരായ വയനാടിൻ്റെ പ്രതിഷേധമായി ഈ സമരം മാറി. നൂറുകണക്കിന് ആളുകളാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നത്. ദുരന്തബാധിതർ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നു. ദുരന്തബാധിതരോട് പോലും ശത്രുതാപരമായി പെരുമാറുന്ന കേന്ദ്രത്തിനെതിരായുള്ള സമരങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. താഴെ തലം വരെ വ്യാപിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് CPIM എന്ന നിലയിൽ കടക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ, ഇപ്പോൾ 17-ാം തീയതി മുഴുവൻ മണ്ഡലങ്ങളിലും LDF-ൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നു. അതിനുശേഷം മറ്റ് സമരങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോകും. ഇതാണ് ശരത്, സമരം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ എത്രമാത്രം ജനങ്ങളെ ദ്രോഹിക്കുന്നുവോ അല്ലെങ്കിൽ കേരളത്തെ ദ്രോഹിക്കുന്നുവോ, ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ആളുകളെ ദ്രോഹിക്കുന്നുവോ അത്രമാത്രം സമരം ശക്തമാക്കിക്കൊണ്ട് മുന്നേറുമെന്ന് തന്നെയാണ് LDF-ന്റെ നേതൃത്വത്തിൽ 17-ാം തീയതി മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കി അടക്കം സമരങ്ങൾ നടക്കും എന്നുള്ളതാണ് റഫീഖ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.